ഹലോ, നമുക്കിന്ന് ഒരു സ്വീറ്റ് ഉണ്ടാക്കിയാലോ. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു 3-4 ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ചോക്ലേറ്റ് ലവേഴ്സിനും ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നന്നായിട്ട്, കുട്ടികൾക്ക് എന്നല്ല മുതിർന്നവർക്കായാലും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡിമാൻഡ് കൂടിക്കൊണ്ടേയിരിക്കും. അവർ പിന്നെയും ഉണ്ടാക്കി തരുമോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഈ സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് അധികം ടൈമൊന്നും വേണ്ട കേട്ടോ. വളരെ കുറച്ച് സമയം മതി. ഒരു 10 മിനിറ്റിന് താഴെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് നേരം നമുക്കതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാൽ മതി. സ്വീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അത് ഒഴിക്കാനുള്ള ഒരു മോൾഡ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു സ്ക്വയറിൻ്റെ കേക്കിൻ്റെ ടിന്നാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ കുറച്ച് ഒരു ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗീയോ ബട്ടർ എന്ത് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ ടിന്ന് തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ ഏതെങ്കിലും ബൗളോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടായാലും നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഗീയോ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് തന്നെ വേണ്ടത് നമ്മുടെ പാൽപ്പൊടി 2 കപ്പ് പാൽപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്വീറ്റൻഡ് ആയിട്ടുള്ള പാൽപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അൺസ്വീറ്റൻഡ് മധുരമില്ലാത്ത പാൽപ്പൊടി ആയാലും എടുക്കാം കേട്ടോ. അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്, പൊടിക്കാത്ത 1/4 കപ്പ് പഞ്ചസാരയാണ്. നിങ്ങൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ മധുരം ഇല്ലാത്ത പാൽപ്പൊടിയാണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയുടെ പൊടി വരെ എടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. പിന്നെ 1 കപ്പ് പാൽ വേണം. 1 കപ്പ് തണുത്ത പാലാവരുത്, റൂം ടെമ്പറേച്ചറിലുള്ള പാൽ കൂടി വേണം. ഇതെല്ലാവരും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് പാൽ ആദ്യം ഒഴിക്കുക, ഒരു 1/2 കപ്പ് പാൽ ഒഴിക്കുക. പിന്നെ 1/2 കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് ലംസ് ഒന്നുമില്ലാതെ നന്നായിട്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീയാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അധികം ഗീയുടെ ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചാൽ മതി. എന്നിട്ട് ആ ഗീ ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മിൽക്ക് പൗഡറും കൊക്കോ പൗഡറും ഒക്കെയുള്ള മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഗ്യാസ് ഫ്ലെയിം നന്നായിട്ട് ലോ ഫ്ലെയിമായിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഗീ ആയിട്ട് ഒന്ന് മിക്സായി വരുമ്പോൾ പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പ്രോസസ്സ് ഒരു 7 to 8 മിനിറ്റ്സ്, എനിക്കൊരു 7 to 8 മിനിറ്റ്സ് ആണ് എടുത്തത്. പിന്നെ അത് ഫ്ലെയിമിനനുസരിച്ചൊക്കെ ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരും. കൈവിടാതെ അടിയിലൊന്നും പിടിക്കാതെ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പൊസിഷൻ ആകുമ്പോൾ നമ്മളിങ്ങനെ ഒരു ബബിളായിട്ട് വരും. കുഴപ്പമില്ല, ഒന്നും കൂടി ഒന്ന് കട്ട് ആവാനുണ്ട്. അതിൽ വെള്ളമൊക്കെ വറ്റി പാലൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആവാനുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുമ്പോൾ പാനിൽ നിന്ന് തന്നെ ഇങ്ങനെ വിട്ടു പോന്നുകൊണ്ടിരിക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഉണ്ടാക്കുമല്ലോ, ആ ഒരു ഡൗവിൻ്റെ ഫോമായിട്ട് വരണം. പാനിൽ നിന്ന് തന്നെ വിട്ട് വരണം. ആ ഒരു സ്റ്റേജ് വരെ നമ്മളത് മിക്സ് ചെയ്യണം. ഒരു 8 മിനിറ്റ്സിൽ ഉള്ളിൽ എന്തായാലും ഇത് അങ്ങനെ ആയി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇതിൽ നിന്നൊരു മിക്സ് എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാറുമ്പോൾ കൈ കൊണ്ട് ഒന്നതൊന്ന് ബോളിൻ്റെ ഷേപ്പിൽ ആവുന്നുണ്ടോ, നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് നമുക്കത് ഓഫ് ചെയ്ത് തണുക്കാൻ മാറ്റി വെക്കേണ്ട കേട്ടോ. ഇതിൽ ഇപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് നട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മോൾഡിലേക്ക് ഇട്ട് കൊടുക്കുക. ചൂടാറാൻ നിൽക്കേണ്ട, ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഒന്നില്ലെങ്കിൽ സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ ഈ തവ വെച്ചിട്ട് തന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത്, അതും ചൂടാറാൻ നിൽക്കേണ്ട, ചൂടോടുകൂടി തന്നെ ചെയ്യുക. ചൂടാറി കഴിയുമ്പോൾ അതിൻ്റെ ഷേപ്പ് അങ്ങനെ ഒരു ഷേപ്പിലായി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തന്നെ തവി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ, ഞാനിപ്പോൾ ഇങ്ങനെയും ചെയ്യുന്നുണ്ട്, അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ചൊന്ന് ഗീ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ആ സ്പൂൺ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പോലെ അതുപോലെ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ സൈഡും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിനി ഇതിപ്പോൾ ഒരു ഇച്ചിരി കട്ടിയുള്ളതായിരിക്കും സ്വീറ്റ് കിട്ടുക. നിങ്ങൾക്കിത് കുറച്ചും കൂടി ഒന്ന് തിന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വലിയൊരു പ്ലേറ്റിൽ അടിയിൽ കുറച്ച് ഗീ തടവിയിട്ട് അല്ലെങ്കിൽ ബട്ടറിലും തടവിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു. അപ്പോൾ അത് കുറച്ചും കൂടി തിന്നായിട്ടുള്ള സ്വീറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഇപ്പോൾ ഈ മിക്സ് നല്ല ചൂട് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നട്ട്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ പിസ്തയും ബദാമും ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പോകാൻ തുടങ്ങും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഹാർഡായിട്ടല്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിപ്പോൾ നല്ല ചൂടാണ്. ഒന്ന് ചൂട് മാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ഒന്ന് സെറ്റ് ആവാനായിട്ട് ഒരു 2-3 hours നമ്മളിത് മാറ്റി വയ്ക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഫ്രിഡ്ജിലേക്ക് മാറ്റി ഒരു 4 to 5 hours കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു 3 hours ഒക്കെ കഴിയുമ്പോൾ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഞാൻ ബട്ടർ പേപ്പർ വിരിച്ചപ്പോൾ അതിൽ കുറച്ച് ഇങ്ങനെ ഒരു എക്സ്ട്രാ പീസസ് 2 സൈഡിലും കുറച്ച് എക്സ്ട്രാ വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ അത് മോൾഡിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് കുറച്ച് ഈസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ്ലി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഏത് സൈസിനാണ് വേണ്ടത് ആ സൈസിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസായിട്ടാണ് വേണ്ടത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വലിയ പീസാണെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ പീസസ് കുറച്ച് നമ്മുടെ ബർഫിയുടെ ആ ഒരു ഷേപ്പൊക്കെ ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. ഒന്നില്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നമ്മൾ പുറത്തൊക്കെ വെക്കാൻ ഒരു 2 ദിവസത്തിന് കൂടുതൽ വെക്കാൻ പറ്റില്ല. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 1 week വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. കുട്ടികൾക്കും അതുപോലെ തന്നെ ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സെറ്റ് ആവുന്ന ഒരു ടൈം മാത്രമാണ് നമ്മളിതിന് കൊണ്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഉണ്ടാക്കുന്ന ടൈമൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അഭിപ്രായം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.